കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇവിടെ കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ണിയപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിനാവശ്യമായ സാധനം 1/2 കിലോ പച്ചരി, 500 ഗ്രാം. ഈ കപ്പിൽ 2 കപ്പ് ഉണ്ടാകും. 200 ഗ്രാം മൈദ, അത് ഈ കപ്പിൽ 1 കപ്പ്. 400 ഗ്രാം വെല്ലം, കൊപ്പര, ഏലക്കായ 2 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, അപ്പക്കാരം. അപ്പം ചുട്ടെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. ഇനി ഈ അരി നമുക്ക് പേപ്പർ വെച്ച് അതിൻ്റെ മേലെ ഒരു തുണി വിരിച്ചിട്ട് ഇത് വെള്ളം വരാൻ വേണ്ടി വെക്കാം. ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി ഇങ്ങനെ നല്ലപോലെ തിളത്തി കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും വെള്ളമെല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ വെള്ളം വാർന്നതിന് നമുക്കൊരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. പൊടിച്ചിട്ടുണ്ടാവും. കൊണ്ടൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ നന്നാ പൊടിയണ്ട, ഒരു ചെറിയ തരി പരിപ്പ് വേണം ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റുള്ള അരി നമുക്ക് പൊടിച്ചെടുക്കാം. പക്ഷേ പൊടിച്ചെടുക്കാൻ വേണ്ടി പാത്രം കൊടുക്കുന്നുണ്ട്. അല്ല, 1 കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. സ്റ്റൗ ആണെങ്കിൽ ഇത് വെച്ച് നല്ലപോലെ ഉരുക്കിയെടുക്കുക. അത് ഉരുകി വരട്ടെ. ചെറിയ തീയിൽ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയാക്കിയിട്ട് ഇതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇത് സ്ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് എടുത്ത് ഇത് ഉരുകി വരാൻ. ഇനി ഇത് അടുപ്പ് ഓഫാക്കിയിട്ട് ഒരു 3 മിനിറ്റ് വെക്കാം. അതിന് ശേഷം നമുക്ക് മാവൊക്കെ കുഴച്ചെടുക്കാം. ചൂടുണ്ട്. ചൂടോടെ തന്നെയാണ് പൊടിയിൽ ഇത് ഒഴിക്കേണ്ടത്. മിക്സാക്കാൻ വെച്ചെടുത്തിട്ടുണ്ട്. മൈദ ഇതിലിടുന്നുണ്ട്. മിക്സ് ആക്കട്ടെ. മൈദയും അരിപ്പൊടിയും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ആകണം. ഇതിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് അപ്പക്കാരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. ഇതുകൂടി നല്ലപോലെ മിക്സ് ആക്കണം. ഇതിലേക്ക് ഉരുക്കി വെച്ച വെല്ലം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടി നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ യോജിപ്പിച്ചെല്ലാം നല്ലപോലെ മിക്സ് ആകണം. ഇതെല്ലാം ഒന്നിച്ചിട്ട് കലങ്ങി വരണം. നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം. ഇതിൻ്റെ കട്ടി അനുസരിച്ചിട്ട്. മൈദയൊന്നും കട്ടി ഉണ്ടാവില്ല. മൈദ അരിപ്പൊടിയൊക്കെ എല്ലാം നല്ലപോലെ ഇളകി വരണം, പൊടിഞ്ഞ് വരണം. നല്ല ഉണ്ണിയപ്പാണ്. ഇതിൽ പഴവും ചേർക്കുന്നില്ല. ഒരു അരിപ്പൊടിയും മൈദയും വെല്ലവും മാത്രമാണ് ഇതിൻ്റെ കൂട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാം. 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ആയിട്ടുണ്ട് കൂട്ടെന്ന്. ഇത് നല്ലപോലെ കട്ടിയായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വാം വാട്ടർ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനൊക്കെ കട്ടി നോക്കിയിട്ട് അതിൻ്റെ പാകമായിട്ടാണ് നമുക്ക് ആക്കാം. നല്ല കുറച്ചും കൂടി വെള്ളം ചേർക്കണം. ഇഡ്ഡലിക്ക് വയ്ക്കുന്നതിലും കുറച്ച് ലൂസാക്കിയാൽ മതി. നന്ന ലൂസായ പിന്നെ ശരിയാവില്ല. നമുക്ക് ആ ഒരു കട്ടിയിലായിരിക്കണം.
മിക്സ് ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇതുപോലത്തെ കട്ടിയിലാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് കൊപ്പരയും ഏലക്കായും ഇട്ട് കൊടുക്കാം. അങ്ങനെ കൊപ്പര ഇല്ലെങ്കിൽ തേങ്ങ ഇതുപോലെ ചെറുതായി മുറിച്ച് പിന്നെ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കാം. കൊപ്പര ആയതുകൊണ്ട് ഞാൻ പൊരിച്ചിട്ടില്ല. ഇത് ഞാൻ കാരി വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ണൂർ കാരി എന്നാ പറയാ, ഇതിന് കാരിയപ്പം എന്നാന്ന് പറയല്. ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുത്താൽ പെട്ടെന്ന് അപ്പം കേടായിപ്പം. ഓയിലായാൽ ഒരു 2 ആഴ്ചയൊക്കെ കേടുകൂടാണ്ട് സൂക്ഷിക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ തന്നെ കാറി ഒരു ചൊയ വരും. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഫുൾ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചൂടായിട്ടുണ്ട്. ഫുൾ ഒഴിച്ചതിന് ശേഷം തീ കുറച്ച് സ്ലോ ചെയ്യാം, ലോ ഫ്ലെയിമിൽ ആക്കാം. അല്ലെങ്കിൽ ഫുൾ തീ ആകുമ്പോൾ പെട്ടെന്ന് ചുവപ്പ് കളർ വന്നിട്ട് ഉള്ളിൽ വേവില്ല. അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടത് മാവ് കലക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവരുത്. ഇപ്പൊ ഇത് കട്ടി പോലെ ഈ കട്ടിയിലേ ആക്കാൻ പാടുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാവും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എള്ളും കൂടി ചേർക്കാൻ, ഞാൻ ഇതിൽ എള്ള് ചേർത്തിട്ടില്ല. സ്ലോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിം ആക്കി. തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. അധികം ഇതാക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് അതേപോലെ തന്നെ മറ്റേ ഭാഗം പൊരിച്ചെടുക്കുക. എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. രണ്ടാമതും കുറച്ച് മറിച്ച് നോക്കുക. നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. കുറ്റിയൊക്കെ ആയിട്ടുണ്ട്. എടുത്ത് ഞാനൊരു പാത്രത്തിൽ അരിപ്പ ചൂറാക്കുന്ന അരിപ്പ എടുത്തിട്ട് വെച്ചിട്ട് ഇതിൻ്റെ പോലെ ഇട്ടെടുക്കുന്നുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇതിന്ന് എണ്ണ വാർന്നിട്ടാണ് ഈ അരിപ്പ വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളി ഉണ്ണിയപ്പം റെഡിയായി. അതുപോലെ എല്ലാം ബാക്കിയുള്ള അപ്പെല്ലാം ചുട്ടെടുക്കാം. അപ്പം എടുത്തെടുത്ത് ആദ്യം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴേക്ക് മറ്റുള്ളതാകും. അങ്ങനെ ആകുന്നതിനെ ഓരോരോ കുഴിയിലിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ചുട്ടായിട്ടുണ്ട്. നല്ല സോഫ്റ്റായി നല്ല ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മറ്റായ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. പിന്നെ എവിടെയെങ്കിലും കൊണ്ടുവരുന്നു പോകുമ്പോൾ കൊണ്ടുപോകാനും നല്ലതാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.